നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്കായ് 4 രണ്ടാമത്തെ പാഠഭാഗമാണ് ദിശാഹീൻ ദിശ. ലക്ഷ്യമില്ലാത്ത ദിശ. മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന സ്ഥലം ബഡേ താലാബ് എന്ന തടാകത്തിലൂടെ പ്രശസ്തമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണിത്. ആ തടാകത്തിലൂടെ ലേഖകനും സുഹൃത്തും നടത്തുന്ന യാത്രാനുഭവങ്ങളാണ് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോഹൻ രാകേഷ്. ഈ പാഠത്തിൻ്റെ ലേഖകൻ മോഹൻ രാകേഷ് ആണ്. ഇത് യാത്രാവൃത്താണ്, യാത്രാ വിവരണമാണ് ഈ പാഠഭാഗം. ആദ്യം ലേഖകനെക്കുറിച്ച് അറിയാം. മോഹൻ രാകേഷ്. ജന്മ 8 ജനുവരി 1925, അമൃത്സർ, പഞ്ചാബ്. 1925 ജനുവരി 8 അമൃത്സർ, പഞ്ചാബിൽ ജനിച്ചു. മൃത്യു 3 ജനുവരി 1972. അദ്ദേഹം മരണപ്പെട്ടത് 1972 ജനുവരി 3 श्री मोहन राकेश हिंदी साहित्य के उन चुनिंदे साहित्यकारों में है जिन्हें नई कहानी आंदोलन का नायक माना जाता है. നയി കഹാനി പരമ്പരയുടെ നായകനായി തിരഞ്ഞെടുക്കപ്പെട്ട സാഹിത്യകാരന്മാരിൽ ഒരാളാണ് ശ്രീ മോഹൻ രാകേഷ്. പ്രസ്തുത അംശ ഉൻകാ യാത്രാവൃത്താന്ത് ആഗ്രി ചട്ടാൻ തക് സെ ലിയാ ഗയാ ഹെ. ഈ പാഠഭാഗം അദ്ദേഹത്തിൻ്റെ ആഗ്രി ചട്ടാൻ എന്ന യാത്രാ വിവരണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. अंधेरे बंद कमरे, अंतराल, न आने वाला कल उपन्यास, आषाढ़ का एक दिन, लहरों का राजहंस, आधे अधूरे नाटक आदि उनकी अन्य प्रमुख रचनाएं हैं. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ് അന്ധേരെ ബന്ദ് കമരെ, അന്തരാൽ, ന ആനെ വാല കൽ, ആഷാഢ് കാ ഏക് ദിൻ, ലഹരോं का राजहंस, आधे अधूरे. 1968 में संगीत नाटक अकादमी पुरस्कार से वे सम्मानित हुए. 1968 അദ്ദേഹം സംഗീത നാടക അക്കാദമി പുരസ്കാരത്താൽ ആദരിക്കപ്പെട്ടു. പാഠഭാഗം വായിച്ച് അതിൻ്റെ അർത്ഥം പറയാം. घर में चलते समय मन में यात्रा की कोई बनी हुई रूपरेഖ नहीं थी. വീട്ടിലായിരുന്ന സമയത്ത് മനസ്സിൽ യാത്രയെക്കുറിച്ച് യാതൊരുവിധ രൂപരേഖയും ഉണ്ടായിരുന്നില്ല, അതായത് യാതൊരുവിധ ധാരണയും ഉണ്ടായിരുന്നില്ല. ഗർമേ ചലത്തെ സമയം വീട്ടിലായിരുന്ന സമയത്ത്, മന്മേ മനസ്സിൽ, യാത്രാക്കി യാത്രയുടെ, കൊയി ബനി ഹുയി യാതൊരുവിധ രൂപരേഖ നിഹീന്തി ധാരണയും ഉണ്ടായിരുന്നില്ല. ബസ് ഏക് അസ്ഥിരത ഹി തി ജോ മുझे അന്തർ സെ ധക്കേൽ രഹി തി. ബസ് ഏക് കേവലം ഒരു അസ്ഥിരത, സ്ഥിരതയില്ലായ്മയായിരുന്നു. ജോ മുझे അന്തർ സെ ധക്കേൽ രഹി തി അത് എൻ്റെ ഉള്ളിൽ നിന്നും തള്ളിക്കൊണ്ടേയിരുന്നു. ധക്കേൽന തള്ളുക. समुद्र तट के प्रति मन में एक ऐसा आकर्ष था कि मेरी यात्रा की कल्पना में समुद्र का विस्तार अनायास ही आ जाता था. സമുദ്ര തടക്കെ പ്രതി സമുദ്ര തീരത്തോട്, മന്മേ മനസ്സിൽ, എക് ഏസ ആകർഷൺ താക്കി ഒരു തരം ആകർഷണമായിരുന്നു. മേരി യാത്രാക്കി കൽപ്പനാമേ സമുദ്ര കാ വിസ്താർ അനായാസ് ഹി ആ ജാതാ താ. അതിനാൽ യാത്രയെക്കുറിച്ച് സങ്കല്പിക്കുമ്പോൾ തന്നെ സമുദ്രത്തിൻ്റെ വിശാലത അനായാസം മനസ്സിലേക്ക് കടന്നുവരുമായിരുന്നു. बहुत बार सोचा था कि कभी समुद्र तट के साथ साथ एक लंबी यात्रा करूँगा, परंतु यात्रा के लिए समय और साधन साथ साथ मेरे पास कभी नहीं रहते थे. പലപ്പോഴും വിചാരിക്കാറുണ്ട്. ബഹുത്ത് ബാർ സോച്ചാത പലപ്പോഴും വിചാരിക്കാറുണ്ട്, എപ്പോഴെങ്കിലും സമുദ്രതീരത്തോടു കൂടി ഒരു നീണ്ട യാത്ര പോകണമെന്ന്. എന്നാൽ യാത്രയ്ക്കുള്ള സമയവും സാമഗ്രികളും ഒരിക്കലും ഒത്തുകിട്ടാറില്ല. ഉൻ ദിനോം നൗകരി ചോട് ദീ തി ഓർ പാസ് മേ കുച്ച് പൈസേ ഭീ തി. ആ ദിനങ്ങളിൽ ഞാൻ ജോലി ഉപേക്ഷിച്ചിരുന്നു, എൻ്റെ കൈവശം കുറച്ച് പൈസയും ഉണ്ടായിരുന്നു. ഉൻ ദിനോം ആ ദിനങ്ങളിൽ, നൗകരി ചോട് ദീ തി ജോലി ഉപേക്ഷിച്ചിരുന്നു, ഓർ പാസ് മേ കുച്ച് പൈസേ ഭീ തി കൈവശം കുറച്ച് പൈസയും ഉണ്ടായിരുന്നു. इसलिए मैंने तुरंत चल देने का निश्चय कर लिया. അതിനാൽ ഞാൻ പെട്ടെന്നു തന്നെ പുറപ്പെടാൻ തീരുമാനിച്ചു. തുരന്ത് പെട്ടെന്ന്. पहले सोचा कि सीधे कन्याकुमारी चला जाऊं और वहाँ से रेल, मोटर या नाव जहाँ जो मिले उसमें पश्चिमी समुद्र तट के साथ साथ गोवा या मुंबई तक की यात्रा करूं. ആദ്യം ആലോചിച്ചത് നേരെ കന്യാകുമാരിക്ക് പോയാലോ എന്നായിരുന്നു. അവിടെ നിന്ന് തീവണ്ടി, ബസ് അല്ലെങ്കിൽ തോണി ഏതാണോ കിട്ടുന്നത് അതിൽ പശ്ചിമ തീരത്തോടൊപ്പം ഗോവയിലേക്കോ ബോംബെയിലേക്കോ യാത്ര ചെയ്യാം.
രാസ്തേ മേ ജഹാം മൻ ഹുവാ വഹി കുച്ച് ദിൻ രഹ് ജാഊംഗാ. വഴിയിൽ എവിടെ ഇഷ്ടപ്പെടും അവിടെ കുറച്ച് ദിവസം താമസിക്കാമെന്നും കരുതി. ഷിംല മേ ഹമാരെ സ്കൂൾ മേ കയി ലോഗ് ദക്ഷിൺ ഭാരത് കെ തെ. ഷിംലയിലെ ഞങ്ങളുടെ സ്കൂളിൽ ധാരാളം ആളുകൾ ദക്ഷിണ ഭാരതത്തിലുള്ളവരായിരുന്നു. ഉൻമേം സെ ഏക് നെ കഹാ താ കി രഹനെ കെ ലിയെ കണ്ണൂർ ബഹുത്ത് അച്ചി ജഗഹ് ഹെ. അവരിൽ ഒരാൾ പറഞ്ഞത് താമസത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ണൂർ ആണെന്നാണ്. ഏക് ഓർ കാ കഹനാ താ കി മേ ഏക് ബാർ കൊല്ലം പഹുഞ്ച് ജാഊം തോ വഹാം സെ ഓർ കഹി ജാനെ കോ മേരാ മൻ നഹി ഹോഗാ. മറ്റൊരാൾ പറഞ്ഞത് കൊല്ലത്ത് പോയാൽ പിന്നെ മറ്റൊരിടത്തും എനിക്ക് പോകാൻ തോന്നില്ല എന്നായിരുന്നു. दिल्ली में एक मित्र ने कहा था कि पश्चिमी समुद्र तट पर गोवा से सुंदर दूसरी जगह नहीं है. ദില്ലിയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് പശ്ചിമ സമുദ്ര തീരത്ത് ഗോവയേക്കാൾ സുന്ദരമായ ഒരു സ്ഥലമില്ല എന്നായിരുന്നു. വഹാം ഗുലാ സമുദ്ര തട് ഹെ. एक आदिम स्पर्श लिए प्राकृतिक रमणीयता है और सबसे बड़ी बात यह है कि जीवन बहुत सस्ता है. रहने गाने की हर सुविधा वहाँ बहुत थोड़े पैसों में प्राप्त हो सकती है. അവിടെ വിശാലമായ ഒരു സമുദ്രതീരമുണ്ട്, ഒരു പ്രാകൃതിക സ്പർശമുള്ള പ്രകൃതി രമണീയതയുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ജീവിത ചെലവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഭക്ഷണത്തിനും താമസത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ വളരെ കുറഞ്ഞ പൈസയിൽ ലഭ്യമാണ്. അപ്പോൾ ദില്ലിയിലുള്ള സുഹൃത്ത് എന്താ പറഞ്ഞത്? ദില്ലി മേ ഏക് മിത്ര നെ കഹാ താ കി പശ്ചിമ സമുദ്ര തട് പർ ഗോവ സെ സുന്ദർ ദൂസരി ജഗഹ് നഹി ഹെ. പശ്ചിമ സമുദ്ര തീരത്ത് ഗോവയേക്കാൾ സുന്ദരമായ ഒരു സ്ഥലമില്ല എന്നായിരുന്നു. അവിടെ എന്താണ് പ്രത്യേകത? വഹാം അവിടെ ഗുലാ സമുദ്ര തട് ഹെ. വിശാലമായ ഒരു സമുദ്രതീരമുണ്ട്. ഏക് ആദിം സ്പർശ് ലിയെ പ്രാകൃതിക രമണീയത ഹെ. പിന്നെന്താ ഉള്ളത്? ഒരു പ്രാകൃതിക സ്പർശമുള്ള പ്രകൃതി രമണീയതയുമുണ്ട്. और सबसे बड़ी बात यह है कि ജീവൻ ബഹുത്ത് സസ്ത ഹെ. ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ജീവിത ചെലവും കുറവാണ്. രഹനെ താമസത്തിനും കാനെ കി ഹർ സുവിധ വഹാ ബഹുത്ത് തോടെ പൈസോ മേ പ്രാപ്ത് ഹോ സക്തി ഹെ. താമസ സൗകര്യത്തിനും ഭക്ഷണത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ വളരെ കുറഞ്ഞ പൈസയിൽ ലഭ്യമാണ്. മേരെ ലിയെ സബി ജഗഹേം അപരിചിത് ദി. इसलिए मुझे सभी में ആകർഷണം ലഗ് രഹാ താ. അവിടെ എനിക്ക് എല്ലാം അപരിചിതമായിരുന്നു, അതിനാൽ എനിക്ക് എല്ലാത്തിനോടും ആകർഷണീയത അനുഭവപ്പെട്ടു. കൊച്ചിൻ, കണ്ണൂർ, മാംഗ്ലൂർ, ഗോവ, ആൽപി കെ ബാക്ക് വാട്ടേഴ്സ് और നീലഗിരി की പഹാഡിയ. കൊച്ചി, കണ്ണൂർ, മംഗലാപുരം, ഗോവ, ആലപ്പുഴയിൽ ബാക്ക് വാട്ടർ, നീലഗിരിയിലെ പർവ്വതങ്ങളും. സബ്കെ പ്രതി മേരെ മൻ മേ ഏക് സി ആത്മീയത ജാഗ്തി थी. എല്ലാത്തിനോടും എൻ്റെ മനസ്സിൽ ഒരേ രീതിയിലുള്ള ആത്മബന്ധം ഉണർന്നിരുന്നു. ജൈസേ കി മേരാ ഉൻ സബ് സ്ഥാനോം സെ കബി കാ ഘനിഷ്ഠ സംബന്ധ രഹാ ഹോ. എല്ലാ സ്ഥലങ്ങളോടും എനിക്ക് ആ സ്ഥലങ്ങളുമായി എപ്പോഴോ ദൃഢബന്ധമുള്ളതായി അനുഭവപ്പെട്ടു. सबसे अधिक ആത്മീയത കന്യാകുമാരി കെ തട് കോ ലേക്കർ മഹസൂസ് ഹോത്തി थी. ഏറ്റവും അധികം അടുപ്പം കന്യാകുമാരി തീരവുമായിട്ടാണ് അനുഭവപ്പെട്ടത്. മഹസൂസ് ഓന അനുഭവപ്പെടുക. सबसे अधिक ആത്മീയത കന്യാകുമാരി കെ തട് കോ ലേക്കർ മഹസൂസ് ഹോത്തി थी. ഏറ്റവും അധികം അടുപ്പം കന്യാകുമാരി തീരവുമായിട്ടാണ് അനുഭവപ്പെട്ടത്. परंतु एक घने शहर की छोटी सी तंग गली में पैदा हुए व्यक्ति के लिए उस विस्तार के प्रति ऐसी आत्मीयता का अनुभव करने का आधार क्या हो सकता था. എന്നാൽ ഒരു തിരക്ക് കുറഞ്ഞ പട്ടണത്തിലെ ചെറുതും ഇടുങ്ങിയതുമായ തെരുവിൽ ജനിച്ച എനിക്ക് ആ വിശാലതയോട് ഇപ്രകാരം അടുപ്പം തോന്നാനുള്ള അടിസ്ഥാനം എന്തായിരിക്കും? കേവൽ വിപരീത കാ ആകർഷൺ. കേവലം വിപരീത അവസ്ഥയോടുള്ള ആകർഷണമാണോ? घर से चलते समय कुछ निश्चय नहीं था कि कब कहाँ कितने दिन रहूँगा. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എപ്പോൾ എവിടെ എത്ര ദിവസം താമസിക്കും എന്ന് നിശ്ചയിച്ചിരുന്നില്ല. हाँ चलने तक इतना निश्चय कर लिया था कि पहले सीधे कन्याकुमारी न जाकर मुंबई होता हुआ गोवा चला जाऊँगा और वहाँ से कन्याकुमारी की ओर यात्रा प्रारंभ करूँगा. അതെ, പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആദ്യം നേരെ കന്യാകുമാരിയിലേക്ക് പോകാതെ മുംബൈ വഴി ഗോവയിലേക്കും പിന്നീട് അവിടെ നിന്ന് കന്യാകുമാരിയിലേക്കും യാത്ര ആരംഭിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. യഹ് ഇസ്ലിയെ ചാഹതാ താ കി മേരി യാത്രാ കാ അന്തിം പടാവ് കന്യാകുമാരി ഹോ.
എൻ്റെ യാത്രയുടെ അന്തിമ താവളം കന്യാകുമാരിയാവണമെന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നത്. दिसंबर सन 52 की 25 तारीख। 3rd क्लास के डिब्बे में ऊपर की सीट बिस्तर बिछाने को मिल जाए वह बड़ी बात होती है। 1952 ഡിസംബർ 25-ാം തീയതി. 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ മുകളിലത്തെ സീറ്റ് കിടക്ക വിരിക്കാനായി കിട്ടുക എന്നത് വലിയ കാര്യം. മുझे ऊपर की सीट मिल गई थी. എനിക്ക് മുകളിലത്തെ സീറ്റ് തന്നെ കിട്ടി. सोच रहा था कि अब मुंबई तक की यात्रा में कोई असुविधा नहीं होगी. ഇനിയിപ്പോൾ മുംബൈ വരെയുള്ള യാത്രയിൽ അസൗകര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ലെന്നു തന്നെ കരുതി. രാത് കോ ടീക് സെ സോ സകൂംഗ. രാത്രിയിൽ സുഖമായി ഉറങ്ങാമെന്ന് കരുതി. മഗർ രാത് ആയി तो मैं वहाँ सोने की जगह भोपाल ताल की एक नाव में लेटा बूढ़े मल्लाह अब्दुल जब्बार से गज़लें सुन रहा था. പക്ഷേ രാത്രിയായപ്പോൾ ഞാൻ ഭോപ്പാൽ തടാകത്തിൽ ഒരു തോണിയിൽ കിടന്നുകൊണ്ട് ഒരു വൃദ്ധനായ തോണിക്കാരൻ അബ്ദുൽ ജബ്ബാറിൽ നിന്ന് ഗസലുകൾ കേൾക്കുകയായിരുന്നു. മല്ലാഹ് തോണിക്കാരൻ. भोपाल स्टेशन पर मेरा मित्र अविनाश जो वहाँ से निकलने वाले एक हिंदी दैनिक का संपादन करता था मुझसे मिलने के लिए आया था. എൻ്റെ സുഹൃത്ത് അവിനാഷ് ഭോപ്പാൽ സ്റ്റേഷനിൽ എന്നെ കാണാനായി വന്നിരുന്നു. അയാൾ ഭോപ്പാലിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന ഒരു ഹിന്ദി ദിനപത്രത്തിൻ്റെ എഡിറ്ററായി ജോലി ചെയ്യുകയായിരുന്നു. മഗർ ബാത് കർനെ കി ജഗഹ് ഉസ്നെ മേരാ ബിസ്തർ ലപേട്കർ ഖിഡ്കി സെ ബാഹർ ഫേങ്ക് ദിയാ और खुद मेरा सूटकेस लिए हुए नीचे उतर गया. എന്നാൽ സംസാരിക്കുന്നതിനു പകരം അദ്ദേഹം എൻ്റെ കിടക്ക മടക്കി ജനാലയിലൂടെ പുറത്തേക്ക് എറിയുകയും സ്വയം എൻ്റെ സൂട്ട്കേസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. इस तरह मुझे एक रात के लिए वहाँ रह जाना पड़ा. ഇപ്രകാരം ഒരു രാത്രി അവിടെ തങ്ങേണ്ടി വന്നു. रात को 11 के बाद हम लोग घूमने निकले. രാത്രി 11 മണിക്ക് ശേഷം ഞങ്ങൾ നടക്കാനിറങ്ങി. घूमते हुए भोपाल ताल के पास पहुँचे तो मन हो आया कि नाव लेकर कुछ देर झील की ओर सैर की जाए. നടന്ന് തടാകത്തിനടുത്തെത്തിയപ്പോൾ മനസ്സിൽ തോന്നി തോണിയിൽ കായലിലൂടെ കുറച്ച് സമയം യാത്ര ചെയ്താലോ എന്ന്. നാവ് തോണി. नाव टीक की गई और कुछ ही देर में हम झील के उस भाग में पहुंच गए जहां से चारों ओर के किनारे दूर नजर आते थे. नाव टीक की गई. തോണിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം देर में हम झील के उस भाग में पहुंच गए जहां से चारों ओर के किनारे दूर नजर आते थे. അല്പസമയത്തുള്ളിൽ ഞങ്ങൾ തടാകത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് നോക്കിയാൽ 4 ഭാഗത്തുമുള്ള തീരങ്ങൾ ദൂരെ കാണപ്പെടുന്നുണ്ടായിരുന്നു. वहाँ आकर अविनाश के मन में न जाने क्या भावुकता जाग आई कि उसने एक नज़र पानी पर डाली. एक दूर किनारों पर और पूर्णता चाहने वाले कलाकार की तरह कहा कि कितना अच्छा होता अगर इस वक्त हम में से कोई कुछ गा सकता. അവിടെ എത്തിയപ്പോൾ അവിനാശിൻ്റെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണർന്നത് എന്നറിയില്ല. അദ്ദേഹം ഒരു കണ്ണ് വെള്ളത്തിലും മറ്റേ കണ്ണ് തീരങ്ങളിലും ഉറപ്പിച്ച് പൂർണ്ണത ആഗ്രഹിക്കുന്ന കലാകാരനെ പോലെ പറഞ്ഞു, ഇപ്പോൾ നമ്മളിൽ ആർക്കെങ്കിലും പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മേം ഗാത്തോ നഹി സക്താ ഹുസൂർ. ബൂഡാ മല്ല ഹാത്ത് ജോഡ്കർ ബോല. എനിക്ക് പാടാനൊന്നും സാധിക്കില്ല സർ. വൃദ്ധനായ തോണിക്കാരൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. മല്ലാഹ് തോണിക്കാരൻ. മഗർ ആപ് ചാഹേ തോ ചന്ദ് ഗസലേം തർന്നും കെ സാത്ത് അർജ് കർ സക്താ ഹൂം ഓർ മാഷാ അല്ലാഹ് ചുസ്ത് ഗസലേം ഹേ. എന്നാൽ താങ്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ച് ഗസലുകൾ താളത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. മാഷാ അല്ലാഹ് ചുസ്ത് ഗസലേം ഹേ. ദൈവകൃപയാൽ ഒന്നാന്തരം ഗസലുകളാണ്. ज़रूर ज़रूर. हमने उत्साह के साथ उसके प्रस्ताव का स्वागत किया. തീർച്ചയായും ഞങ്ങൾ ഉത്സാഹത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തു. ബൂഡേ മല്ലാഹ്നെ എക് ഗസൽ ഛേഡ് ദി. വൃദ്ധനായ തോണിക്കാരൻ ഒരു ഗസൽ പാടി. ഉസ്കാ ഗല കാഫി അച്ഛാ താ ഓർ സുനാനെ കാ അന്ദാസ് ഭി ഷായറാന താ.
അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ നല്ലതായിരുന്നു. കേൾപ്പിക്കുന്ന രീതിയാണെങ്കിൽ കവിയെ പോലെയായിരുന്നു. ഷായറാന കവി. काफ़ी देर ചപ്പുവും को छोड़े वह झूम झूम कर ഗസലേं സുനാത്താ രഹാ. കുറേ സമയം തുഴകൾ ഉപേക്ഷിച്ച് വളരെ തന്മയത്തോടെ ഗസലുകൾ കേൾപ്പിച്ചു. ചപ്പു തുഴ പങ്കായം. ഏക് കെ ബാദ് ദൂസരി ഫിർ തീസരി. ഒന്നിന് ശേഷം രണ്ടാമത് പിന്നെ മൂന്നാമത്. മേം നാവ് മേ ലേട്ട ഉസ്കി തരഹ് ദേഖ് രഹാ താ. ഞാൻ തോണിയിൽ കിടന്ന് അദ്ദേഹത്തിന് നേരെ നോക്കിക്കൊണ്ടിരുന്നു. നാവ് തോണി, ലേട്ന കിടക്കുക. ഉസ് സർദി മേം ബി വഹ് സിർഫ് ഏക് തഹ്മത്ത് ലഗായേ ദാ. ആ തണുപ്പിലും അയാൾ വെറും ലുങ്കി മാത്രമാണ് ധരിച്ചിരുന്നത്. തഹ്മത് ലുങ്കി. ഗലേ മേ ബനിയാൻ തക് നഹീണ്ടി. കഴുത്തിൽ ബനിയൻ പോലും ഉണ്ടായിരുന്നില്ല. ഉസ്കി ദാടി കെ ഹി നഹി ഛാത്തി കെ ബി ബാൽ സഫേദ് ഹോ ചുക്കേ തെ. അദ്ദേഹത്തിൻ്റെ താടിയിലെ മാത്രമല്ല നെഞ്ചിലെ രോമവും വെളുത്തതായിരുന്നു. जब वह चप्पू चलाने लगता तो उसकी मांसपेशियां इस तरह हिलती जैसे उनमें फौलाद भरा हो. എപ്പോഴാണോ അദ്ദേഹം തോണി തുഴയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാംസപേശികൾ ചലിക്കുന്നത് കണ്ടാൽ അവയിൽ ഉരുക്ക് നിറച്ചതുപോലെ തോന്നും. ഫൗലാദ് ഉരുക്ക്. तीसरी गज़ल सुनाकर वह खामोश हो गया. उसके खामोश हो जाने से सारा वातावरण ही बदल गया. മൂന്നാമത്തെ ഗസലും പാടി തീർത്ത് അദ്ദേഹം നിശബ്ദനായി. ആ നിശബ്ദത അന്തരീക്ഷത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ഖാമോഷ് നിശബ്ദത, വാതാവരൺ അന്തരീക്ഷം. रात, सर्दी और नाव का हिलना, इन सब का अनुभव पहले नहीं हो रहा था, अब होने लगा. രാത്രി, തണുപ്പ്, തോണിയുടെ ചലനം ഇവയൊന്നും ആദ്യം അനുഭവപ്പെട്ടില്ല, ഇപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങി. शील का विस्तार भी जैसे उतनी देर के लिए सिमट गया था, अब घुल गया. തടാകത്തിൻ്റെ വലുപ്പവും അത്രയും സമയത്തേക്ക് ചുരുങ്ങിപ്പോയിരുന്നു, ഇപ്പോൾ തടാകവും വലുതായി. അതായത് അബ്ദുൽ ജബ്ബാറിൻ്റെ പാട്ടിൽ മുഴുകിയിരുന്ന ഇവർ രാത്രിയാണെന്നോ തണുപ്പുണ്ടെന്നോ അല്ലെങ്കിൽ തോണിയുടെ ചലനം ഇവയൊന്നും ആദ്യം അനുഭവപ്പെട്ടില്ല. എന്നാൽ അദ്ദേഹം പാട്ട് നിർത്തിയപ്പോൾ ഇവയൊക്കെ അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. अब लौट चले साहब, कुछ देर बाद उसने कहा. അബ്ദുൽ ജബ്ബാർ പറഞ്ഞു, ഇനി തിരിച്ചു പോകാം സർ. സർദി बढ़ रही है, തണുപ്പ് കൂടി വരികയാണ്. और मैं अपनी चादर साथ नहीं लाया, ഞാൻ എൻ്റെ പുതപ്പ് കൂടെ കൊണ്ടുവന്നിട്ടില്ല. അവിനാശ് ने जड़ से अपना कोट उतार कर उसकी तरफ बढ़ा दिया. അവിനാശ് പെട്ടെന്ന് തന്നെ തൻ്റെ കോട്ട് ഊരി അയാൾക്ക് നേരെ നീട്ടി പറഞ്ഞു. കഹ പറഞ്ഞു, ലോ തും യഹ് പഹൻ ലോ, ഇതാ ഇത് ധരിച്ചുകൊള്ളൂ. അബി ഹം ലോട്ട് കർ നഹി ചലേംഗെ, ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നില്ല. തുംഹെ കോയി ഗാലിബ് കി ചീസ് യാദ് ഹോ തോ സുനാവോ, താങ്കൾക്ക് ഗാലിബിൻ്റെ എന്തെങ്കിലും ഗസൽ ഓർമ്മയുണ്ടോ? എങ്കിൽ കേൾപ്പിക്കൂ. ബൂഢെ മല്ലാഹിനെ എത്തരാജ് നഹി കിയ, വൃദ്ധനായ തോണിക്കാരൻ എതിർത്തില്ല. എത്തരാജ് എതിർക്കുക. ചുപ്ചാപ്പ് അവിനാശ് കാ കോട്ട് പെഹൻ ലിയ और गालिब की एक गसल सुनाने लगा. ചുപ്ചാപ്പ് ഒന്നും മിണ്ടാതെ അവിനാശ് കാ കോട്ട് പെഹൻ ലിയ, അവിനാശിൻ്റെ കോട്ട് ധരിച്ചു. और ഗാലിബ് की एक गसल सुनाने लगा, പിന്നെ ഗാലിബിൻ്റെ ഒരു പ്രശസ്തമായ ഗസൽ ആലപിക്കാൻ തുടങ്ങി. മുദ്ദത്ത് ഹുയി ഹേ യാർ കോ മെഹ്മാൻ കിയേ ഹുയേ, മുദ്ദത്ത് ഹുയി ഹേ യാർ കോ മെഹ്മാൻ കിയേ ഹുയേ എന്ന പ്രശസ്തമായ ഗസലാണ് അദ്ദേഹം ആലപിച്ചത്. ഇതിൻ്റെ അർത്ഥം ഇതാണ്, കുറേ ദിവസങ്ങളായി സുഹൃത്തിനെ അതിഥിയാക്കിയിട്ട്. ഗാലിബ്, ഉറുദു ഫാർസി ഭാഷകളിലെ മഹാനായ കവിയാണ് ഗാലിബ്. മിർസ അസദുല്ല ബേഗ് ഖാൻ ഗാലിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.